ഈ ചട്ടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ആദ്യം തന്നെ ഈ ചട്ടി കാണിക്കുന്നത്? വേറെ ഒന്നുമല്ല, ഇന്ന് ഈ ചട്ടിക്കകത്തിട്ട് കുഴച്ചാണ് നമ്മൾ ചോറ് കൊണ്ടുപോകുന്നത്. റിച്ചുവിന് സ്കൂളിൽ കുറച്ച് ചെമ്മീൻ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ബാക്കി ഞാൻ അടിച്ചു മാറ്റി. എനിക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. അങ്ങനെ നല്ല ചൂട് ചൂട് ചോറ് അതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കി അതുമായിട്ടാണ് കേട്ടോ ലാബിൽ ചോറ് കൊണ്ടുപോകുന്നത്. ലഞ്ച് ബോക്സുള്ള പാക്കിങ്ങാണ്. ഞാൻ ചോറൊക്കെ 2 തവി ഇട്ട് കൊടുത്ത് ഇളക്കുന്നത് അമ്മയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട്, കാരണം എനിക്ക് ചോറ് കഴിക്കുമ്പോൾ ഉപ്പിട്ട് കഴിക്കുന്നത് നിർബന്ധമാണ്. അത് ഏത് സദ്യക്കായാലും പോലെ അടുത്ത ഇലയെന്നായാലും അടിച്ചു മാറ്റി ഉപ്പ് കഴിക്കും, കാരണം ഉപ്പില്ലാത്തൊരു ജീവിതം എനിക്കില്ല. ചോറ് കഴിക്കുമ്പോൾ ഉപ്പ് വേണം. അങ്ങനെ അതേ കുഴച്ചെല്ലാം പുരട്ടിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പാത്രത്തിലോട്ട് ഇടുവാണ്. ഇതായി കേട്ടോ ഞാൻ കൊണ്ടുപോകുന്ന പാത്രം. വേറെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് ഈ പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചോറൊക്കെ ഇട്ട് ഇതാകുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. എനിക്കാണെങ്കിൽ ഇങ്ങനെ മീൻ വറുക്കുന്ന ചട്ടി, ചെമ്മീൻ വറുക്കുന്ന ചട്ടി, ഉണക്ക മീൻ വറുക്കുന്ന ചട്ടിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതിലൊക്കെ ഇട്ടൊക്കെ ഞാൻ എപ്പോഴും ചോറിട്ട് കഴിക്കും. എന്നാണെന്നറിയത്തില്ല കൊളസ്ട്രോൾ വന്ന് അടിച്ച് വീഴുന്നതെന്ന് ഞങ്ങളുടെ ചേട്ടൻ എപ്പോഴും പറയും കേട്ടോ എൻ്റെ. അങ്ങനെ സൈഡായിട്ട് ഞാൻ നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി നല്ല അടമാങ്ങ അച്ചാറും കേട്ടോ. അമ്മ അടമാങ്ങ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് നല്ല കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ച് ലിവർ ഫ്രൈ ആയിരുന്നു. ഇത് ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ നല്ല തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ച് നല്ല മീൻ കറി ഉണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇത് രണ്ടും മാത്രമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എൻ്റെ പാത്രമൊക്കെ അടച്ച് ഞാൻ ലാബിലോട്ട് പോവുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ.